യൂറോപ്യൻ ചരിത്രത്തിന്റെയും ക്രൈസ്തവ വിശ്വാസത്തിന്റെയും വിശ്വവിഖ്യാത പ്രതീകമായ സ്പെയിനിലെ ടൊളീഡോ കത്തീഡ്രൽ അതിന്റെ നിർമ്മിതിയുടെ 800-ാം വാർഷികത്തിലേക്ക്. വരാനിരിക്കുന്ന ഒക്ടോബർ മാസം മുതൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന മഹാജൂബിലി ആഘോഷങ്ങൾക്കിവിടെ തുടക്കമാകും. സ്പെയിനിലെ രാജാക്കന്മാർ, കർദിനാൾമാർ, ആർച്ച് ബിഷപ്പുമാർ എന്നിവരുടെ നിർണായക തീരുമാനങ്ങൾക്കും ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ കത്തീഡ്രലിൽ വിശ്വാസവും വാസ്തുവിദ്യയും സമന്വയിപ്പിക്കുന്ന 8 പ്രധാന ചാപ്പലുകളാണുള്ളത്. ജൂബിലി വർഷത്തിൽ ആഗോളതലത്തിൽ ചർച്ച ചെയ്യുന്ന ആ 8 അത്ഭുതങ്ങൾ ഇവയാണ്. അതിൽ ഒന്നാമത്തേതാണ് മെയിൻ ചാപ്പൽ. കത്തീഡ്രലിന്റെ ആത്മീയ കേന്ദ്രമാണിത്. 15-ാം നൂറ്റാണ്ടിൽ കർദിനാൾ ഫ്രാൻസിസ്കോ ജിമിനസ് ഡി സോറസ് ആണ് ഈ ചാപ്പൽ നവീകരിച്ചത്. അൽഫോൺസോ 7-ാമൻ അടക്കമുള്ള പ്രമുഖ സ്പാനിഷ് രാജാക്കന്മാരുടെ കല്ലറകൾ ഇവിടെ കാണാം. തങ്കവും വിവിധ വർണ്ണങ്ങളും പൂച്ചിയ ഇവിടുത്തെ മരം കൊണ്ടുള്ള അൾത്താര ഗോതിക് കലയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ കുരിശുമരണം വരെയുള്ള രംഗങ്ങൾ ഇതിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതാണ് ചാപ്പൽ ഓഫ് ദി ഡീസന്റ്. പണ്ട് നിലനിന്നിരുന്ന പുരാതനമായ VC ഗോതിക് പള്ളിയുടെ പ്രധാന അൾത്താര നിന്നിരുന്ന സ്ഥലത്താണ് ഹെൻറി 2-ാമൻ രാജാവ് ഈ ചാപ്പൽ പണിതത്. ഇവിടെ വെച്ച് ടോളിഡോയിലെ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ ഇൽഡെഫൻസോയ്ക്ക് പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൽ നിന്നും നേരിട്ടിറങ്ങിവന്ന് ദിവ്യവസ്ത്രം സമ്മാനിച്ചുവെന്നാണ് പരമ്പരാഗത വിശ്വാസം. മൂന്നാമത്തേതാണ് ചാപ്പൽ ഓഫ് സാൻ ഇൽഡിഫെൻസോ. ഒക്ടഗോണൽ ആകൃതിയിലുള്ള ഈ ഗോതിക് ചാപ്പലിൽ ചരിത്രപ്രസിദ്ധമായ സ്പാനിഷ് കോളേജ് സ്ഥാപകൻ ആർച്ച് ബിഷപ്പ് ഗിൽ കലോറിയുടെ കല്ലറയുണ്ട്. 14 മുതൽ 17 വരെയുള്ള നൂറ്റാണ്ടിലെ നിരവധി പ്രമുഖ സഭാതലവന്മാരെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. നാലാമത്തേതാണ് ചാപ്പൽ ഓഫ് ടബർനാക്കൾ. ടോളിഡോയുടെ കാവൽമാലാഖയായ വെർജിൻ ഓഫ് ദ ടബർനാക്കൾ മാതാവിന്റെ 12-ാം നൂറ്റാണ്ടിലെ വെള്ളിപൂശ തിരുസ്വരൂപമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. 8-ാം നൂറ്റാണ്ടിലെ മുസ്ലിം അധിനിവേശ കാലത്തെ കിണറ്റിൽ ഒളിപ്പിച്ചു വെച്ച ഈ രൂപം നൂറ്റാണ്ടുകൾക്ക് ശേഷം കത്തീഡ്രൽ തിരിച്ചുപിടിച്ചപ്പോൾ കത്തുന്ന മെഴുകുതിരിയുമായി കിണറ്റിൽ നിന്ന് അത്ഭുതകരമായി പൊന്തിവന്നുവെന്നാണ് വിശ്വാസം. ഫിലിപ്പ് 3-ാമൻ രാജാവിന്റെ സാന്നിധ്യത്തിൽ 1616-ലാണ് ഇത് തുറന്നത്. 5-ാമത്തേതാണ് ചാപ്പൽ ഓഫ് സെന്റ് ബ്ലേസ്. കത്തീഡ്രലിന്റെ വടക്കുകിഴക്ക് കോണിലുള്ള ഈ ചാപ്പലിലെ ചുവർ ചിത്രങ്ങൾ ലോകപ്രശസ്തമാണ്. ഇറ്റാലിയൻ ചിത്രകലാ ഇതിഹാസം ജിയോട്ടോയുടെ ശൈലിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് വരച്ച അന്ത്യവിധി, വിശുദ്ധരുടെ അത്ഭുതങ്ങൾ എന്നിവയുടെ വലിയൊരു ചിത്രശേഖരം ഈ ചാപ്പലിന്റെ ചുവരുകളിലുണ്ട്. 6-ാമത്തേതാണ് ചാപ്പൽ ഓഫ് സെന്റ് ജെയിംസ്. 15-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ചാപ്പലിൽ ജോൺ 2-ാമൻ രാജാവിന്റെ വിശ്വസ്തനും പിന്നീട് വധിക്കപ്പെടുകയും ചെയ്ത അൽവാരോ ഡി ലൂണയുടെയും ഭാര്യയുടെയും മനോഹരമായ മാർബിൾ കല്ലറകൾ സ്ഥിതി ചെയ്യുന്നു. 7-ാമത്തേതാണ് ചാപ്പൽ ഓഫ് ദി ന്യൂ കിങ്സ്. ചാൾസ് 5-ാമൻ ചക്രവർത്തിയുടെ പ്രത്യേക അനുമതിയോടെ 16-ാം നൂറ്റാണ്ടിലാണ് ഇത് ഇന്നത്തെ സ്ഥാനത്തേക്ക് മാറ്റിയത്. ട്രസ്റ്റിമാര രാജവംശത്തിലെ ഭരണാധികാരികളുടെ മൃതദേഹം ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. 8-ാമത്തേതാണ് മൊസാറബിക് ചാപ്പൽ. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും പുരാതനമായ ആരാധനക്രമ ശൈലികളിലൊന്നായ ഹിസ്പാനിക് മൊസാറബിക് രീതി നിലനിർത്താൻ 1502-ൽ സ്ഥാപിച്ചതാണിത്. ഇന്നും എല്ലാ ദിവസവും രാവിലെ ഇവിടെ പ്രത്യേക പുരാതന ലത്തീൻ രീതിയിലാണ് വിശുദ്ധ കുർബാന നടക്കുന്നത്. 1622-ലുണ്ടായ തീപിടുത്തത്തിൽ തകർന്ന ഇവിടുത്തെ താഴികക്കുടം വിഖ്യാത ചിത്രകാരൻ എൽ ഗോക്കോയുടെ മകനാണ് പുനർനിർമ്മിച്ചത്. 800 വർഷത്തെ യൂറോപ്യൻ വാസ്തുവിദ്യയുടെ ശൈലിയും സ്പാനിഷ് കത്തോലിക്ക സഭയുടെ പൈതൃകവും ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടോളിഡോ കത്തീഡ്രൽ ജൂബിലി വാർഷികത്തിൽ ലക്ഷക്കണക്കിന് അന്താരാഷ്ട്ര തീർത്ഥാടകരെയും സഞ്ചാരികളെയുമാണ് വരവേൽക്കാൻ ഒരുങ്ങുന്നത്.